ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള 5K ചലഞ്ച് അക്കൗണ്ട് ഏതാണെന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മന്തിൽ നമുക്ക് ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള ഫേംസ് ആയിട്ട് തോന്നുന്നത് ഫണ്ടിങ് ബിപ്സും ഫണ്ടഡ് നെക്സ്റ്റും ആണ്. അപ്പോൾ ഈ കമ്പനീസിൻ്റെ ഒരു അനാലിസിസ് ആണ് 5K അക്കൗണ്ടിൻ്റെ ഏത് അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ കമ്പാരിസണായിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെല്ലർ ലൈറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന അക്കൗണ്ടാണ്. അതിൻ്റെ 5K അക്കൗണ്ടാണ് സ്റ്റെല്ലർ ലൈറ്റിൻ്റെ. ഫണ്ടിങ് പിപ്സിൻ്റെ 5K അക്കൗണ്ടും നമുക്കറിയാം. രണ്ട് കമ്പനി ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. പിപ്സ് 2023 സ്റ്റാർട്ട് ചെയ്തത്, ഫണ്ടഡ് നെക്സ്റ്റ് 2022. അവരുടെ കമ്മീഷൻ എന്ന് പറയുന്നത് ഫണ്ടിങ് പിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2% ആണ് പെർ ലോട്ടിന് വരുന്നത്. എന്നാൽ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ കാര്യത്തിൽ 7 പെർ ലോട്ട് എന്നുള്ള രീതിക്കാണ് കമ്മീഷൻ വരുന്നത്. ഇനി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഫണ്ടിങ് പിപ്സിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ സെലക്ഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. സി ട്രേഡർ ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്, ട്രേഡർ ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ദെൻ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും മെറ്റാകോട്ട്സിൻ്റെ ലൈസൻസ് ഉള്ള ഒരു ഫേമാണ് ഫണ്ടഡ് നെക്സ്റ്റ്. എന്നാൽ ഫണ്ടിങ് പിപ്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം മെറ്റാകോട്ട്സ് ലൈസൻസ് അവർക്ക് നിലവിലില്ല. ഓക്കെ, MT4 MT5 ഫണ്ടഡ് നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ളത് ഏതാണെന്നുള്ളത്. ഫണ്ടിങ് പിപ്സിൻ്റെ കാര്യത്തിൽ ഇക്വിറ്റി ബേസ്ഡ് ആണ്. ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ സ്കീമാണെങ്കിൽ ബാലൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. രണ്ട് കമ്പനീസിനും ഇൻഹൗസ് ആയിട്ടുള്ള ബാക്ക് ഓഫീസും ഫ്രണ്ട് ഓഫീസും ഉണ്ട്. അവർ ഇൻഹൗസ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവരുടെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും എല്ലാം രണ്ട് കമ്പനീസിനും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിലൊരു കമ്പാരിസൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഫണ്ടിങ് പിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം പേ കാര്യത്തിൽ 5 ഡേ പേ ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടഡ് നെക്സ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് പേ ഔട്ട് കിട്ടാൻ 30 days ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പിന്നീടുള്ള പേ ഔട്ടുകൾ നമുക്ക് 14 days ഡ്യൂറേഷനിൽ എടുക്കാം. ആ ഒരു ഇതിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വിന്നർ എന്ന് പറയുന്നത് ഫണ്ടിങ് പിപ്സ് തന്നെയാണ്. ദെൻ ട്രസ്റ്റ് പൈലറ്റ് സ്കോർ വന്നു കഴിഞ്ഞാൽ 4.6 റേറ്റിംഗ് ആണുള്ളത് രണ്ട് കമ്പനീസും. സോ അവർ പെർഫോമൻസിൻ്റെ കാര്യത്തിലും റിവ്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കമ്പനീസ് ആണെന്നുള്ളത് നമുക്ക് ആ റേറ്റിംഗ് വെച്ചിട്ട് അറിയാം. ദെൻ IP റൂൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫണ്ടിങ് പിപ്സ് കുറച്ചുകൂടി ലിബറൽ ആണ് IP റൂൾസിൻ്റെ കാര്യത്തിൽ. ഫണ്ടഡ് നെക്സ്റ്റ് പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് IP റൂൾസിൽ. അത് പ്രത്യേകം ഓർക്കുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് IP മോണിറ്ററിങ് നടത്തുന്ന ഒരു കമ്പനിയാണ് ഫണ്ടഡ് നെക്സ്റ്റ്. ദെൻ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനോമലാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ട്രേഡ് എടുക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞ് പേ ഔട്ടിന് മുന്നേ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഫണ്ടഡ് നെക്സ്റ്റ് പലപ്പോഴും ഇൻ്റർവ്യൂസ് വെക്കാറുണ്ട്. അതായത് ട്രേഡ് ചെയ്യുന്ന ആളൊരു പ്രോപ്പർ ട്രേഡർ ആണോ, അവരുടെ ട്രേഡിങ് റൂൾസ് എന്താണ്, എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അവരെടുത്തിരിക്കുന്ന ഓരോ ട്രേഡ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുന്ന രീതിയിലൊരു ഇൻ്റർവ്യൂ ഫണ്ടഡ് നെക്സ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഫണ്ടിങ് പിപ്സിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ഒന്നും പൊതുവെ കാണാറില്ല. സോ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങി ട്രേഡിങ് ചെയ്ത് കൊടുത്ത് പാസ്സാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ് പേ ഔട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇൻ്റർവ്യൂ വരും. ആ ഇൻ്റർവ്യൂ സമയത്ത് ആർക്കാണോ അക്കൗണ്ട് ഉള്ളത് അയാൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് ട്രേഡിങ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ ഫെയിലായി പോവുകയും പേ ഔട്ട് കിട്ടാതെ വരികയും നമ്മുടെ അക്കൗണ്ട് ബ്രീച്ചായി പോവുകയും ചെയ്യും. നമുക്ക് റീഫണ്ട് ആവശ്യപ്പെടാൻ പറ്റില്ല, കാരണം നമ്മൾ ട്രേഡ് അറിയാവുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് ട്രേഡ് എടുത്തേക്കണേ. ദെൻ ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫേമാണ് ഫണ്ടഡ് നെക്സ്റ്റ് ആ കാര്യത്തിൽ. ദെൻ അതുപോലെ തന്നെ പേ ഔട്ട് റിജക്ഷൻ്റെ കാര്യത്തിൽ ഹയർ റിജക്ഷൻസ് ഉള്ളൊരു കമ്പനിയാണ് ഫണ്ടഡ് നെക്സ്റ്റ്. എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിങ് പിപ്സ് വളരെ ലോവർ ആയിട്ടുള്ള റിജക്ഷൻസ്, മാക്സിമം ആ ഒരു പേ ഔട്ട്സ് എല്ലാം കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഒരു യൂസർ സപ്പോർട്ടിങ് രീതിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഫണ്ടിങ് പിപ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ബെറ്റർ ഫേമായിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിരന്തരമായിട്ടുള്ള എഫേർട്സും കാര്യങ്ങളും കൊണ്ട് ആ കമ്പനി വളരെ ഗ്രോ ചെയ്യുന്ന ഒരു ഫേസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ലൈസൻസിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പോലും ആണെങ്കിലും പ്ലാറ്റ്ഫോം സ്വിച്ച് ചെയ്യാനും ഒക്കെ വളരെ ഫാസ്റ്റായിട്ടും സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് അവർ എടുത്തിട്ടുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ വളരെ ബെറ്റർ കമ്പനിയായിട്ട് പെർഫോം ചെയ്യുന്നു. സോ നമുക്ക് ആ സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഈ രണ്ട് ഫേംസിന് 5K ചാലഞ്ച് അക്കൗണ്ടിൻ്റെ കമ്പാരിസൺ ആണ്. അതിലൊരു ക്ലിയർ വിന്നർ എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് ഫണ്ടിങ് പിപ്സിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോഴും കൺവെൻഷണൽ ആയിട്ടുള്ള മെറ്റാകോട്ട്സ് തന്നെ ചെയ്യണം, MT4 MT5 തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഫണ്ടഡ് നെക്സ്റ്റ് എടുക്കാം. നമ്മളൊരിക്കലും ഫണ്ടഡ് നെക്സ്റ്റിനെ റെഫർ ചെയ്യുന്നില്ല, കാരണം ഇൻ്റർവ്യൂസിൻ്റെ കേസ് ആണെങ്കിൽ റിജക്ഷൻ്റെ കാര്യം അതിനൊരു വളരെ കൂടുതലായിട്ടുള്ളൊരു കമ്പനിയാണ്. സോ നമ്മൾ റെഫർ ചെയ്യുന്നത് ഫണ്ടിങ് പിപ്സ് ആണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഫണ്ടിങ് പിപ്സിൻ്റെ അക്കൗണ്ട് എടുക്കാം. രണ്ട് കമ്പനീസിന് റെഫറൽ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അതുവഴി. അതുപയോഗിച്ച് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന
ചലഞ്ച് വീഡിയോസിൻ്റെ ഒപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ നമ്മൾ അടുത്ത ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ചലഞ്ച് സീരീസിൻ്റെ ഒപ്പം നിങ്ങളും അക്കൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒപ്പം തന്നെ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് പാസ്സാക്കി എടുക്കാം. ഇൻഡസ്ട്രിയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജീസും ഐഡിയാസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണം, ഫോറക്സ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.